അപ്പോളേ നമുക്കിന്നൊരു കടലക്കറി ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് ആരെ പേരും എടുത്ത് ഞാൻ പറയണില്ല, എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മളിന്ന് ഒരു കുറുമ സ്റ്റൈലിലാണ് വെക്കുന്നത് കടല. വെള്ളക്കടലയാണ്. അപ്പോൾ അതിനൊരു 4 പച്ചമുളകും 2 കഷ്ണം വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 2 സ്പൂൺ തൈരും കൂടി ചേർത്ത് ഒരു പേസ്റ്റ് നമ്മളാക്കി അവിടെ വെക്കുക. അപ്പോഴേക്കും കടല അവിടെ വെവ്വാറായിട്ടുണ്ട്. നമ്മൾ കടല വേറെ അടുപ്പിൽ കുക്കറിൽ വെച്ചിട്ടുണ്ട്. പാൻ വെച്ചിട്ട് നമ്മൾ ഒരു പൊടി ജീരകം ഒരുപാടാവരുത്, ഒരു നുള്ളേ പാടുള്ളൂ. ആ ഒരു നുള്ളി ജീരകം ഇട്ടിട്ട് അത് നല്ല പോലെ പൊട്ടുമ്പോൾ നമുക്ക് കരിഞ്ഞു പോകാൻ പാടില്ല, നല്ല സ്മെല്ലൊക്കെ വരും. അപ്പോൾ ആ ഒരു സമയത്ത് നോക്കിയിട്ട് നമ്മളൊരു 3-4 സവോളയാണ് വേണ്ടത് ഇതിന്. അങ്ങനെ 3-4 സവോള ഇപ്പോൾ കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ഇടാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 എണ്ണമാണ്, ചെറുതായ കാരണം കേട്ടോ. ഇനിയിപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുക്കാം. അതിങ്ങനെ കുനുകുനാന്നരിയണ്ട, ഇത്തിരി ചെറുതാവാതെ ഇത്തിരി വലുപ്പത്തിൽ അരിഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ വലുപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതരിഞ്ഞു. ആ ജീരകം പൊട്ടിന് കടുക് ഇതിന് വേണ്ട. ജീരകം പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിനകത്തിടുന്നു. അത് നല്ല പോലെ വഴറ്റുക. നല്ല പോലെ അതെന്ന് വെച്ചാൽ കരിഞ്ഞു പോകാൻ പാടില്ല. ചെറുതായിട്ടൊരു ബ്രൗൺ കളറാവുമ്പോഴാണ് നമ്മൾ അടുത്തത് ഇടേണ്ടത് കേട്ടോ. അടുത്ത കാര്യങ്ങൾ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൽ ചേർക്കാനുണ്ട്. അപ്പോൾ അതിങ്ങനെ സവോള ഇങ്ങനെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാടി വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരില്ലേ, അങ്ങനെ വരുമ്പോഴേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടു. പിന്നെ കടല വേവിക്കാൻ ഇട്ടപ്പോഴും ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ കറി കൂട്ടുമ്പോഴാണ് ഇനി പോരാത്ത ഉപ്പേ അതിൽ ചേർക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ സവോള ഒരു ചുവന്ന കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നല്ല ചുവപ്പാവരുത് കേട്ടോ, ഒരു ബ്രൗൺ കളറായി. അങ്ങനെ നന്നായി നല്ല പോലെ അതിങ്ങനെ തളർന്ന മട്ടിലാവും. ആ ഒരു ഇതിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഒരു ഇത്. അങ്ങനെ ആകുമ്പോൾ ഇന്നിപ്പോൾ ദോശയാട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ദോശയും ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അതൊഴിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 തക്കാളി എടുത്ത് കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതിനിടയിൽ നമ്മൾ സവോള വഴറ്റി വന്നിട്ടുണ്ടല്ലോ, ഈ തക്കാളി അതിലേക്ക് ഇടുക. അതും കൂടി ചേർന്ന് നല്ല പോലെ വഴറ്റി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ കുത്തി ഉടഞ്ഞോട്ടെ കേട്ടോ. നല്ലൊരു പേസ്റ്റ് പോലെ ആവണം ശരിക്കും. അത് പുളിക്കനുസരിച്ച് ചേർക്കാം തക്കാളി ഞാൻ പറഞ്ഞില്ലേ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും പല രീതിയിലാണ്. തക്കാളി സവോളയൊക്കെ ഇഷ്ടംമാതിരി ചേർത്ത് കറിവുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമുക്ക് ഞാനൊരു മീഡിയം ലെവലിലാണ് ഞാനിത് പറയണത്. സവോളയുടെ ആയാലും എരിവിൻ്റെ ആയാലും തക്കാളിയുടെ ആയാലും. അപ്പോൾ കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ഇടയിൽ വേറൊരു പേസ്റ്റും കൂടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. കുറച്ച് നാളികേരം, അതായത് ഒരു അരമുറി തേങ്ങയുടെ പകുതി നാളികേരമാണ് എടുത്തിരിക്കുന്നത്. ആ നാളികേരം 5-6 അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് അതവിടെ അരച്ച് വെക്കുക. അപ്പോൾ അരച്ച് വെക്കാനേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിനിടയിൽ ആദ്യം നമ്മളൊരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തൈരും കൂടി ചേർത്തൊരു പേസ്റ്റ് ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഈ തക്കാളി സവോളയും വാടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ആദ്യം ഒഴിക്കുന്നത്. ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ, ഈ തൈരിൻ്റെ പേസ്റ്റ് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈരൊന്നും നമുക്കറിയില്ല കേട്ടോ ഇതിൽ ചേർന്നിട്ടുണ്ടോ എന്നുള്ളത്. അതിൻ്റെ ഒരു ചെറിയ സ്മെല്ല്, കുറച്ച് പുളിപ്പ്, അതാണ് ഉണ്ടാവുക. അതിൻ്റെ തൈരാകുമ്പോൾ അതിൽ ഇത്തിരി വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും. വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ല പോലെ വറ്റണ ഒരു സ്റ്റേജ് എത്തുമല്ലോ. ആ സ്റ്റേജ് എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണം, മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂണാണെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ ഇടുക. പിന്നെ ഒരു ലേശം മുളക് പൊടി എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4-5 ഒക്കെ ആയിട്ട് പച്ചമുളക് നമ്മൾ മുന്നേ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് അത്യാവശ്യം എരിവുണ്ടാവും.
അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ ചേർത്താൽ മതി മുളക് പൊടി. ഇനിയിപ്പോൾ മുളക് പൊടി ചേർക്കേണ്ട, പച്ചമുളക് മാത്രം തന്നെ ചേർത്താൽ മതി എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് അത് നല്ലപോലെ വഴറ്റി അങ്ങനെ ആ ഒരു യോജിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തക്കാളി സവോളയുടെയും കൂട്ടിൻ്റെ കൂടെ ഈ പൊടികളൊന്ന് ചേർന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 5 അണ്ടിപ്പരിപ്പും കുറച്ച് നാളികേരം കൂടിയിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിനകത്ത് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ആ ചാറ് നല്ല പോലെ കുറുകി വരും. കുറുകി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കടലുണ്ടല്ലോ, കടല ഇതിനകത്ത് ചേർക്കുക. നല്ല പോലെ ഇളക്കി വരുമ്പോൾ ആ കടലയും ഈ ചാറും തമ്മിൽ ഒരു ചേർച്ച വരണ്ടേ, അപ്പം അതൊന്ന് കുറുകി ഇങ്ങനെ വരും, നല്ല മണവും വരും. അപ്പോഴാണ് നമ്മൾ ഈ കറിയുടെ പാകം വരിക. നല്ല പോലെ ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില അതിലിടുക. കറിവേപ്പില ഇട്ടാലേ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ കറികൾക്ക്. കണ്ടോ, ചാറൊക്കെ നല്ല തിക്നെസ്സായിട്ട് വരുന്നുണ്ട്. അതൊന്നും കൂടിയും കുറുകി വരും. ദോശയ്ക്കാവുമ്പോൾ കുറച്ച് ചാറ് ഇത്തിരി ഭയങ്കര ഡ്രൈ ആവാതെ കുറച്ചെങ്കിലും ഒരു കുഴഞ്ഞ മട്ടിൽ കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം ദോശയുടെ കൂടിയാട്ടാണ് കഴിക്കുന്നത്. അപ്പം ദോശയുടെ കൂടി കൂട്ടി കഴിച്ചാലോ? എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ?